ഇപ്പോൾ ഇന്ത്യൻ മൺസൂണിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ജൂൺ 1-നാണ് മൺസൂൺ ഇന്ത്യയിലോട്ട് വരുന്നതായിട്ട് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആദ്യം മൺസൂൺ വരുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാറിൽ വന്നിട്ടാണ് കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ 3 സ്റ്റെപ്പായിട്ട് പറയും. ഒന്ന് ഓൺസെറ്റ് ഓഫ് മൺസൂൺ, പിന്നെ റെയിൻ ബെയറിംഗ് സിസ്റ്റം, പിന്നെ ബ്രേക്ക് ഓഫ് ദി മൺസൂൺ. അപ്പോൾ ഇത് ജൂണിൻ്റെ പീരീഡിലല്ലേ. അപ്പോൾ ഇതിന് മുന്നേ മൺസൂൺ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അതിന് മുന്നേ സൂര്യൻ കുറച്ചുകൂടെ നമ്മുടെ ഇക്വേറ്ററിൻ്റെ ആ ഒരു റീജിയണിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ മേളിൽ കൂടെ വെസ്റ്റേൺ ജെറ്റ് സ്ട്രീം കടന്നു പോകുന്നുണ്ടായിരിക്കും. ഈ വെസ്റ്റേൺ ജെറ്റ് സ്ട്രീം ഉള്ള സമയത്ത് ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് കാറ്റൊന്നും വരത്തില്ല. ബിക്കോസ് ഇവിടെ ഒരു ഹൈ പ്രഷർ റീജിയൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെസ്റ്റേൺ ജെറ്റ് സ്ട്രീം കാരണം അത് മെയിൻലി നമ്മുടെ വിൻ്റർ സീസണിലാണ് ഈ വെസ്റ്റേൺ ജെറ്റ് സ്ട്രീം വരുന്നതും അതേപോലെ അത് നമ്മുടെ റാബി ക്രോപ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതും. പിന്നെ ഈ നമ്മുടെ സൂര്യൻ കുറച്ചുകൂടെ മേളിലേക്ക് എന്ന് വെച്ചാൽ ആ ട്രോപ്പിക്കിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു സമ്മർ സീസൺ ഉണ്ട്. ആ ഒരു സമയം തുടങ്ങുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റേർലി ആ ജെറ്റ് സ്ട്രീം ഇല്ലേ അത് കുറച്ചുകൂടെ അങ്ങ് മേളിലേക്ക് പോകും. ആ ഒരു ഹൈ പ്രഷർ സോണ് മേളിലേക്ക് തള്ളും. ഒരു നോർത്ത് വേർഡ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മുടെ ITCZ ഇല്ലേ, ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡ് വിൻഡ്സ് വന്ന് കൺവേർജ് ചെയ്യുന്ന സ്ഥലം ഒരു ലോ പ്രഷർ ഏരിയ. ഈ ഒരു ITCZ മേളിലേക്ക് ഷിഫ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഈ ഒരു റീജിയണിലേക്ക് ഷിഫ്റ്റ് ആവും ITCZ മേളിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഇല്ലേ നേരത്തെ പറഞ്ഞത് അതങ്ങ് മേളിലേക്ക് ഷിഫ്റ്റ് ആവും. മേളിലേക്ക് എന്ന് വെച്ചാൽ അത് വിഡ്രോ ആവും. നോർത്തേൺ ഇന്ത്യൻ പ്ലെയിനിൽ നിന്ന് അതങ്ങ് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ITCZ ലോ പ്രഷർ ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ പെനിൻസുലയുടെ താഴെ കിടക്കുന്ന ആ ഒരു കടൽ ആ ഒരു റീജിയണിൽ നിന്ന് നല്ല മോയ്സ്ചറുള്ള കാറ്റ് അതൊക്കെ ഒരു ഹൈ പ്രഷർ റീജിയൺ ആയിരിക്കും. അവിടുന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് മോയ്സ്ചറുള്ള കാറ്റ് വരും. ഇതൊക്കെ ഞാൻ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സാണ് പറയുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം. ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം നമ്മുടെ പെനിൻസുലയുടെ സദേൺ പാർട്ടിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ പടമായി കാണിച്ചേക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് മൺസൂണിൻ്റെ ഓൺസെറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം വരുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഒരു ലോ പ്രഷർ സോൺ ആയിരിക്കും. അപ്പോൾ ഈ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം കാരണം നമുക്ക് ഈ റെയിൻഫോൾ വരുന്ന ആ മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള കാറ്റിനെ നമ്മുടെ ഇന്ത്യ ഫുള്ള് റെയിൻ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡില്ലേ അത് ITCZ ഷിഫ്റ്റ് ചെയ്ത് മേളിലേക്ക് പോകുന്നതുകൊണ്ട് ഇക്വേറ്ററിൻ്റെ അവിടുന്ന് പാസ്സായി മേളിലേക്ക് പോകുമ്പോൾ അത് സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡ് ആയിട്ടായിരിക്കും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ കയറുന്നത്. അപ്പോൾ അത് 3 ബ്രാഞ്ചായിട്ടാണ് മഴ നമുക്ക് തരുന്നത്. ആദ്യത്തേന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് 2 ബ്രാഞ്ച് മെയിൻലി പറയുന്നത് നമ്മൾ അറേബ്യൻ സീ ബ്രാഞ്ചും പിന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. അപ്പോൾ അറേബ്യൻ സീ ബ്രാഞ്ച് കയറുമ്പോൾ ആദ്യം അതെന്ത് പറ്റും, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ പോയി തട്ടിയിട്ട് അവിടെ മഴ തരും. പിന്നെ അതേപോലെ രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ വിന്ധ്യ സത്പുര ആ ഒരു റീജിയൻ്റെ അതുവഴി കയറി പോകുന്നതുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കത്തിയാവർ ബ്രാഞ്ചാണ്. അത് നമ്മുടെ അരാവലിക്ക് പാരലായിട്ട് പോകുന്നുണ്ട്. ഇത് 3 കാരണം ആ സൗത്ത് വെസ്റ്റ് നമ്മുടെ അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്ന് മഴ കിട്ടുന്നത്. പിന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേനും അത് ഇതുവഴി നമ്മുടെ നോർത്ത് ഈസ്റ്റിലേക്ക് പോയിട്ട് നമുക്ക് മഴ കിട്ടും. ഇവിടെ മഴ കിട്ടും. പിന്നെ അതേപോലെ നമ്മുടെ അരക്കന്യോമ മൗണ്ടനിൽ ഇടിച്ച് ഇത് വെസ്റ്റിലേക്ക് പോകും. ഈ വെസ്റ്റിലേക്ക് പോകുന്ന മഴയാണ് രാജസ്ഥാൻ വരെ പോകുന്നത്. പക്ഷേ അങ്ങൊക്കെ എത്തുമ്പോഴത്തേക്കും മഴ തീരെ കുറവായിരിക്കും കിട്ടുന്നത്. ഇതിനെ നമ്മൾ 2 ബ്രാഞ്ചായിട്ട് പറയും. ഒന്ന് മേഘാലയ ബ്രാഞ്ചും പിന്നെ അതേപോലെ ഒരെണ്ണം ഈ ഉത്കൽ ബ്രാഞ്ച് എന്ന് പറയും. ഉത്കൽ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒഡീഷയുടെ ആ ഒരു റീജിയണിൽ മഴ കിട്ടുന്നതാണ് ഉത്കൽ ബ്രാഞ്ച്. പിന്നെ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് ഈ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ അപ്പോൾ നമ്മുടെ മൺസൂൺ ബേഴ്സിന് കാരണമായിട്ടുള്ള ജെറ്റ് സ്ട്രീം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീമാണ്. അത് ശ്രദ്ധിക്കണം.
പിന്നെ അത് ഇതിൻ്റെ അത് പറഞ്ഞേക്കുന്ന പോലെ ജൂൺ 1 ഏകദേശം കേരള കോസ്റ്റിൽ വരും. പിന്നെ അതേപോലെ ഒരു ഹാഫ് ഓഫ് ദി ജൂൺ ആകുമ്പോഴത്തേക്കും മുംബൈ, കൊൽക്കത്ത അവിടെയൊക്കെ എത്തും. മിഡ് ജൂലൈ ആകുമ്പോഴത്തേക്കും ഏകദേശം ഫുൾ സബ് കോണ്ടിനെൻറ്റിനെ മൺസൂൺ എൻഗൾഫ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ നമ്മുടെ റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷനെ കുറേ ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വെസ്റ്റേൺ ഗട്ട്സിലാണെങ്കിൽ അതൊരു ഓറോഗ്രഫിക് ഫാക്ടറാണ്. അരക്കൻ യോമയുടെ അവിടെ ഓറോഗ്രഫിക് ഫാക്ടറാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ദ ഓഫ് ഷോർ മീറ്ററോളജിക്കൽ കണ്ടീഷൻസ് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ്, വിൻഡിൻ്റെ സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഇക്വിറ്റോറിയൽ ജെറ്റ് സ്ട്രീം ഉണ്ട് നമ്മുടെ ആഫ്രിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു പൊസിഷനും നമ്മുടെ മൺസൂണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ മറ്റേ എൽ നിനോ, ലാനിന, അങ്ങനെ പല പല കാര്യങ്ങൾ. ലാനിന എന്ന് പറയുമ്പോൾ ഇൻറ്റൻസിഫൈ ചെയ്യും. എൽ നിനോ എന്ന് പറയുമ്പോൾ നമ്മുടെ മൺസൂണിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇതാണ്ട് മൺസൂൺ ട്രഫ് എന്ന് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ലോ പ്രഷർ റീജിയൺ ആണ്. അപ്പോൾ ഈ ITCZ കാരണം ഉണ്ടാവുന്ന മൺസൂൺ ട്രഫ് അവിടെ എത്ര ലോ പ്രഷർ ആണോ അതനുസരിച്ച് ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് നല്ല രീതിക്ക് മോയ്സ്ചർ ബെയറിംഗ് ആയിട്ടുള്ള വിൻഡ് ഈ റീജിയണിലേക്ക് വരും. അങ്ങനെ നല്ല മഴ കിട്ടും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സദേൺ റീജിയൺ നോക്കുമ്പോൾ റെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതൽ വെസ്റ്റേൺ റീജിയണിലായിരിക്കും. ബിക്കോസ് ഇവിടെ ഒരു വലിയ ഹില്ലുണ്ട്. അപ്പോൾ ഓറോഗ്രഫിക് റെയിൻഫോൾ കൂടുതൽ കിട്ടും. പിന്നെ നമുക്കറിയാം ഈ ഒരു റീജിയൺ തമിഴ്നാടിൻ്റെ നമ്മുടെ മൗണ്ടൻ്റെ ഇപ്പുറത്തെ ലീവേർഡ് സൈഡ് അവിടെ മഴ കുറവായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നോർത്തേൺ പ്ലെയിൻ നോക്കുമ്പോൾ ഈ ഈസ്റ്റേൺ റീജിയണിൽ മഴ കൂടുതൽ കിട്ടും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെസ്റ്റിലേക്ക് വരുമ്പോൾ മഴയുടെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ഇനി അടുത്തെന്ന് വെച്ചാൽ ബ്രേക്ക് ഇൻ ദി മൺസൂണാണ് പറയുന്നത്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത് തന്നെ ഈ മൺസൂൺ പീരീഡിൽ ഉണ്ടാകുന്ന മഴയുടെ ഇടയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ആഴ്ചകളാവാം ആ ഒരു പീരീഡിൽ മൺസൂൺ കിട്ടാതിരിക്കും. അല്ലെങ്കിൽ എത്രയാണോ പ്രതീക്ഷിച്ചത് അത്രയ്ക്കും മഴ കിട്ടത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ റെയിൻ കൊണ്ടുവരുന്ന സ്റ്റോമില്ലേ അത് അത്ര ഫ്രീക്വൻ്റ് അല്ല. മൺസൂൺ ട്രഫ് അത്ര ലോ പ്രഷർ റീജിയൺ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മഴ കുറവായിരിക്കും. പിന്നെ അതേപോലെ നമ്മുടെ ഈ കോസ്റ്റൽ റീജിയണിന് പാരലായിട്ടാണ് ഇപ്പോൾ വിൻഡ് ബ്ലോ ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഹില്ലിൽ തട്ടിയിട്ട് മഴ ഉണ്ടാവത്തില്ല. അപ്പോൾ അതാണ് ബ്രേക്കിന് കാരണമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അഫക്റ്റ് ചെയ്യാത്ത കുറച്ച് റീജിയൺ ഉണ്ട്. ഒന്ന് ഈ കൊറോമൻഡൽ കോസ്റ്റ് എന്നുവെച്ചാൽ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുമ്പോഴത്തേനും നമ്മുടെ ഈ അറേബ്യൻ സീ ബ്രാഞ്ചില്ലേ അത് പാരലൽ ടു ഈ കോസ്റ്റ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു റീജിയണിൽ മഴ കിട്ടത്തില്ല. അത് ഡയറക്റ്റ്ലി പോയി നോർത്ത് ഈസ്റ്റിലെ ഹില്ലിൽ തട്ടി അവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ മഴ കിട്ടുക. പിന്നെ അതേപോലെ നമ്മുടെ നോർത്ത് ഹിമാലയ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു റീജിയണിൽ മഴ കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പ്ലേസ് ആയിട്ട് പറയുന്നത് താർ ഡെസേർട്ടാണ് നമ്മുടെ മൺസൂൺ എത്തുന്നത്. ഏകദേശം 45 ദിവസം കൊണ്ട് ഏകദേശം ഫുള്ള് കവറാവും. പിന്നെ ഈ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുമ്പോഴത്തേനും തിരിച്ച് എന്നുവെച്ചാൽ നമ്മളുടെ ഈ ഒരു റീജിയണ് ഒരു ഹൈ പ്രഷർ ആവും. വെച്ചാൽ ITCZ താഴേക്ക് ഷിഫ്റ്റ് ആവും. എപ്പോഴാണ് ഷിഫ്റ്റ് ആവുന്നത്? സൂര്യൻ്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് താഴേക്ക് വരുമ്പോഴാണ് ഇവിടെ ITCZ താഴേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ഇവിടെ ഹൈ പ്രഷർ ആവും, ടെമ്പറേച്ചർ കുറയും. അപ്പോൾ വിൻഡ് എന്ത് പറ്റും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേറ്ററിൻ്റെ മേളിലുള്ളത് ഏതാണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ത് ചെയ്യും? ഇവിടെ കുറച്ചുള്ള മോയ്സ്ചറിനെയൊക്കെ കൊണ്ട് മഴയായിട്ട് താഴേക്ക് വരും. പക്ഷേ അപ്പം നോക്കുമ്പോൾ ഈ മഴ ഏറ്റവും കൂടുതൽ തിരിച്ച് വരുമ്പോൾ നോക്കിയേ ഈ അറേബ്യൻ സീയിലൊക്കെ ബേ ഓഫ് ബംഗാളിലൊക്കെ ഉള്ള മോയ്സ്ചറൊക്കെ എടുത്തിട്ട് ഈ നമ്മുടെ തമിഴ്നാട്ടിലെ റീജിയണിലെ കൊറോമണ്ടൽ കോസ്റ്റ് നേരത്തെ മഴ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഈ സമയത്തായിരിക്കും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് റിട്രീറ്റിംഗ് മൺസൂണിൻ്റെ സമയത്തായിരിക്കും ഈ ഒരു റീജിയണിൽ നല്ല മഴ കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം കുറേ വർഷങ്ങളിലൊക്കെ ഫ്ലഡൊക്കെ നടന്നത് ഈ സമയത്ത് നവംബറൊക്കെ ആകുമ്പോഴാണ് തമിഴ്നാട്ടിൽ ഭയങ്കര മഴ, ഫ്ലഡ്. അങ്ങനെ ഈ സമയം കേരള, ആന്ധ്രയിലൊക്കെ മഴ കിട്ടും. പിന്നെ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഒക്ടോബർ ഹീറ്റ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും ആ സമയത്ത് ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര സ്വെറ്റിംഗ് ഒക്കെ നമുക്ക് തോന്നും. പിന്നെ അതേപോലെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ചൂടെടുക്കും. നോർത്ത് ഇന്ത്യയിൽ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും, പക്ഷേ സൗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം
നോർത്തിലിപ്പോൾ 45 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും വലിയ ചൂട് തോന്നത്തില്ല. പക്ഷേ സൗത്തിൽ 37 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് നമ്മൾ വിയർക്കുന്നതൊന്നും വെളിയിലോട്ട് പോകാൻ അങ്ങനെ പറ്റത്തില്ല. അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഉഷ്ണം എടുക്കും. അതാണ് ഒക്ടോബർ ഹീറ്റ്. അത് ഈ ഒരു ടൈമിൽ റിട്രീറ്റിംഗ് മൺസൂണിൻ്റെ ടൈമിലാണ് ഒക്ടോബർ ഹീറ്റ്. പിന്നെ അതേപോലെ ഈ ഒരു ടൈം മൺസൂൺ കഴിയുന്ന സമയത്താണ്, റിട്രീറ്റിംഗ് മൺസൂണിൻ്റെ ടൈമിലാണ് സൈക്ലോൺസ് കൂടുതൽ ഫോം ആവുന്നത്.